നാം എല്ലാം സാധാരണയായി എഴുതാൻ ഉപയോഗിക്കുന്ന ഒരു ഉപകരണമാണല്ലോ നമ്മുടെ പേന എന്ന് പറയുന്നത്. ഈ പേനയ്ക്കൊരു പ്രത്യേകതയുണ്ട്. സാധാരണ നാം എഴുതാൻ ഉപയോഗിച്ചതിന് ശേഷമായി പേന നമ്മൾ ക്യാപ്പിലിട്ട് അടച്ചു വയ്ക്കും. പുറത്തുള്ളവർ കാണുന്നത് ഈ പേനയുടെ ക്യാപ്പാണ്. എഴുതുന്ന ഭാഗമൊന്നും ആരും കാണാറില്ല. എഴുതുമ്പോൾ മാത്രമാണ് അതിന് പ്രാധാന്യമുള്ളത്. മറ്റുള്ളവർ പുറമേ കാണുന്നത് അതിൻ്റെ ക്യാപ്പ് അല്ലെങ്കിൽ അതിൻ്റെ ഹോൾഡ് ചെയ്യുന്ന ഭാഗമാണ്. ഒരു കാര്യം നമ്മൾ എപ്പോഴും ഓർക്കണം, പല സമയങ്ങളിലും നാം ചെയ്യുന്ന പ്രവർത്തികൾ മറ്റാരും കണ്ടില്ലെന്ന് വരും. പുറമേ ആളുകൾ കാണുന്നത് നമ്മുടെ ഭംഗിയുള്ള മുഖമോ നമ്മൾ കളറടിച്ചിരിക്കുന്ന നമ്മുടെ മുടിയോ ഒക്കെ ആയിരിക്കും. പക്ഷേ അതിനപ്പുറത്ത് നമ്മളൊരാളുണ്ട്. അത് വ്യക്തിപരമായി പല സമയങ്ങളിലും നമ്മൾ റിവീലാകും. ഒറ്റയ്ക്ക് നാം ആയിരിക്കുമ്പോൾ നാം ആരാണോ അതാണ് യഥാർത്ഥത്തിലുള്ള നമ്മുടെ സ്വഭാവം, നമ്മളിലുള്ള മനുഷ്യൻ. അത് ആത്മീകനാണോ ജഡീകനാണോ എന്ന് നാം തീരുമാനിക്കേണ്ടത്. അപ്പം നമുക്കൊന്ന് അനലൈസ് ചെയ്താലോ, നമ്മുടെ അകത്തുള്ള മനുഷ്യൻ ആത്മീകനാണോ ജഡീകനാണോ? ദൈവമായിട്ടുള്ള ബന്ധത്തിനാണോ നാം പ്രാധാന്യം കൊടുക്കുന്നത്, അതോ മറ്റ് ജഡത്തിൻ്റെ കാര്യങ്ങൾ, ലോകപരമായ കാര്യങ്ങൾക്കാണോ? ഒരു പേനയുടെ നിബ്ബ്, എഴുതുന്ന ഭാഗം പുറം ലോകം കാണുന്നില്ല, അക്ഷരങ്ങൾ കാണുന്നുണ്ട്. മറ്റുള്ളവർ കാണുന്ന അതിൻ്റെ ക്യാപ്പാണ്. ചിലതൊക്കെ അങ്ങ് അടച്ചു വെച്ച് കഴിഞ്ഞാൽ പിന്നെ അത് കാണാനേ ഒക്കത്തില്ല. ഇതുപോലെ നാം ചെയ്യുന്ന പ്രവർത്തികൾ, പ്രത്യേകിച്ച് മറ്റുള്ളവരെ കാണാൻ വേണ്ടി നമ്മൾ ചെയ്യേണ്ട, ചില ആളുകളെ സംബന്ധിച്ച് അവർക്ക് പബ്ലിസിറ്റിയാണ് ഇഷ്ടം. ചെറിയ കാര്യങ്ങൾക്ക് പോലും വലിയ പബ്ലിസിറ്റി ആഗ്രഹിക്കുന്നവരുണ്ട്. 100 രൂപ കൊടുത്ത് അല്ലെങ്കിൽ 1000 രൂപ കൊടുത്തിട്ട് 10,000 രൂപയുടെ പബ്ലിസിറ്റി ചെയ്യുന്ന ആളുകളുണ്ട്. അതല്ല നമുക്ക് വേണ്ടത്. നമ്മുടെ പ്രവർത്തികൾ ദൈവം അറിയട്ടെ. മറ്റുള്ളവർക്ക് നമ്മൾ ചെയ്യുന്ന ചെറിയ സഹായങ്ങൾ പോലും ദൈവം കാണുന്നുണ്ട്, പബ്ലിക്ക് കാണേണ്ട ആവശ്യമില്ല. അപ്പം നമുക്ക് നാം തന്നെ ഒന്ന് താഴാൻ, നാം തന്നെ ഒന്ന് ഒതുങ്ങാൻ പരിശ്രമിച്ചാൽ നല്ലതായിരുന്നു. എന്നെ പ്രൊജക്റ്റ് ചെയ്യണം, എന്നെ കാണിക്കണം, ഞാൻ ചെയ്തത് മറ്റുള്ളവർ അറിയണം എന്നൊരു താല്പര്യം നമ്മിലുണ്ടെങ്കിൽ അതിനകത്ത് പിശാചിന് പ്രവർത്തിക്കാൻ ഇടമുണ്ടാകും. പൗലോസ് പല സമയങ്ങളിലും തൻ്റെ പ്രവൃത്തികളിൽ താൻ ഒത്തിരി കാര്യങ്ങൾ ചെയ്യുമ്പോഴും തന്നെ ഏറ്റവും താഴ്ത്താനായിട്ട് താൻ ശ്രമിച്ചുകൊണ്ടിരുന്നത്. യോഹന്നാൻ സ്നാപകൻ പറയുന്നു, അവൻ വളരണം, ഞാൻ കുറയണം. ആ ഒരു ആറ്റിറ്റ്യൂഡ് നമ്മളിലുണ്ടെങ്കിൽ ഏറ്റവും നന്നായിരുന്നു. ഇന്ന് പകൽ നമുക്കൊന്ന് ചിന്തിച്ച് നോക്കാം, ഈ ഒരു പകലിൽ നമുക്ക് മറ്റുള്ളവർക്ക് ചെയ്യാൻ കഴിയുന്ന നന്മ എന്താണ്? മറ്റാരും അറിയാതെ രഹസ്യമായി ചെയ്യാൻ കഴിയുന്ന എന്തെല്ലാം കാര്യങ്ങളുണ്ട്? ഒരാളെ സഹായിക്കാൻ, ഒരാളെ ഒന്ന് കൈത്താങ്ങാൻ, ഒരു നേരത്തെ ആഹാരം കൊടുക്കാൻ, അങ്ങനെ ഏതെല്ലാം രീതിയിൽ നമുക്ക് സഹായം കൊടുക്കാൻ കഴിയുമോ അത് ചെയ്യുമ്പോൾ അത് ഏറ്റവും അനുഗ്രഹമാണ്. അത് മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടിയല്ല, മറിച്ച് ദൈവം നമുക്ക് തന്നിരിക്കുന്ന റിസോഴ്സസ്, ദൈവം നമുക്ക് തന്നിരിക്കുന്ന അനുഗ്രഹങ്ങളെ പങ്കുവയ്ക്കലാണ്. 2, ദൈവരാജ്യത്തിന് വേണ്ടി, കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി എന്തെല്ലാമാണ് നമുക്ക് ചെയ്യാൻ കഴിയുന്നത് അത് നമ്മളാൽ ആവോളം നമ്മൾ ചെയ്യുക. മറ്റാരും അപ്രീഷിയേറ്റ് ചെയ്തില്ലെന്ന് വരാം, നിങ്ങൾ ചെയ്ത കാര്യം മറ്റാരും അറിഞ്ഞില്ല, കണ്ടില്ലെന്ന് വരാം. എന്നാൽ ഒരു കാര്യം നിങ്ങൾ ഓർക്കണം, കർത്താവിൻ്റെ കരങ്ങളിലും ഒരു ദിനവൃത്താന്ത പുസ്തകമുണ്ട്. ഇന്നല്ലെങ്കിൽ നാളെ അത് തുറക്കപ്പെടും. മൊർദെഖായിക്ക് വേണ്ടി ആ ദിനവൃത്താന്ത പുസ്തകം തുറക്കപ്പെട്ടു, രാജാവ് അത് വായിച്ചു. അതാണ് മൊർദെഖായിക്ക് അനുഗ്രഹമായി തീർന്നത്. മൊർദെഖായിയുടെ ജീവിതത്തിൽ ദൈവം അത് നന്മയാക്കി മാറ്റി. താൻ രാജാവിന് വേണ്ടി ചെയ്ത വലിയൊരു ഉപകാരത്തിന് മറ്റൊന്നും പകരം കൊടുക്കാൻ തനിക്കില്ലാതെ പോയി എന്നൊരു തിരിച്ചറിവ് രാജാവിനുണ്ടായി. അതുകൊണ്ടാണ് രാജാവ് പറഞ്ഞത്, ഇവനെ ആദരിക്കണം, ഇവനെ ബഹുമാനിക്കണം. അതേപോലെ തന്നെ നാം ചെയ്ത് മറ്റാരും കണ്ടില്ലെങ്കിലും ഒരു കാര്യം നിശ്ചയമാണ്, ദൈവം അത് കാണുന്നുണ്ട്, ദൈവം അറിയുന്നുണ്ട്. ദൈവത്തിന് എന്നവണ്ണം നമ്മൾ ചെയ്യാനാണ് പൗലോസ് അപ്പോസ്തലൻ ഓർപ്പിക്കുന്നത്. ഡു എവറിത്തിങ് ആസ് ഇഫ് ഫോർ ദ ലോർഡ്. കർത്താവിന് ചെയ്യുന്നു എന്ന രീതിയിൽ നാം ചെയ്യുന്നെങ്കിൽ ദൈവനാമം മഹത്വപ്പെടും. അപ്പം നമുക്ക് ലഭിക്കുന്ന ആയുസ്, ആരോഗ്യം, നമുക്ക് തന്നിരിക്കുന്ന റിസോഴ്സസ്, ദൈവരാജ്യത്തിന് വേണ്ടി നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ അത് കർത്താവിന് എന്നവണ്ണം ചെയ്യാൻ ദൈവം നമുക്ക് കൃപ ചെയ്യട്ടെ. ആരും അറിയണ്ട, പക്ഷേ കർത്താവ് കാണുന്നുണ്ട്. ആരും അപ്രീഷിയേറ്റ് ചെയ്യണ്ട. അതിൻ്റെ സമയമാകുമ്പോൾ കർത്താവ് നിങ്ങൾക്ക് പ്രതിഫലം തരും, നന്മ തരും. ചിലതിനൊക്കെ ബോണസും അലവൻസും ഒക്കെ കർത്താവ് ചേർത്ത് തരും. അതുകൊണ്ട് നിങ്ങൾ നിരാശപ്പെടേണ്ട. നിങ്ങൾക്ക് കിട്ടിയ പ്രതിഫലം കുറഞ്ഞുപോയി, നിരാശപ്പെടേണ്ട, പിറുപിറുക്കണ്ട. ഏറ്റവും ബെസ്റ്റ് തരാനായിട്ട് കർത്താവിന് കഴിയും. കാരണം നിങ്ങൾ കർത്താവിൻ്റെ വേല ചെയ്യുന്നവരാണ്, കർത്താവിൻ്റെ ശുശ്രൂഷയിലുള്ളവരാണ്. പ്രതിഫലം നിങ്ങൾക്ക് ഉറപ്പായിട്ടുമുണ്ട്. അതുകൊണ്ട് തന്നെ നാം ധൈര്യത്തോടെ മുന്നോട്ട് പോകാം. ഈ പകലിലും പ്രത്യാശയോടെ കർത്താവിൻ്റെ നിൽപ്പാൻ ദൈവം നമുക്ക് കൃപ ചെയ്യട്ടെ. അതെ, മറ്റാരും അറിയണ്ട, മറ്റാരും കാണണ്ട, പക്ഷെ കർത്താവ് നിങ്ങളെ കാണുന്നുണ്ട്, നിങ്ങളുടെ പ്രവൃത്തി അറിയുന്നുണ്ട്. ഗോഡ് ബ്ലെസ് യു.